Previous section le nammal T functions of that means trigonometric functions of allied angles or related angles endannu discuss cheyidu adilthe problems okke cheyidu ini ee section le nammal T functions of compound angles aanu discuss cheyan povunathu. So first of all compound angles nu parnittunnengil an angle which is made up of sum or difference of two or more angles is called a compound angle. That means suppose A and B are two angles, then A plus B is a compound angle, or A minus B is a compound angle. Suppose A, B and C are angles, then A plus B plus C or A plus B minus C or A minus B plus C, such angles are also called compound angles. അതായത് ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ ആംഗിൾസിന്റെ സമ്മ് അല്ലെങ്കിൽ ഡിഫറൻസ് ആ രീതിയിൽ ഉണ്ടാവുന്ന പുതിയ ആംഗിൾസിനെ നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറയും. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയുള്ള കോമ്പൗണ്ട് ആംഗിൾസിന്റെ ടി ഫങ്ഷൻസ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സൈൻ എ അറിയാം, സൈൻ ബി അറിയാം, ദെൻ സൈൻ എ പ്ലസ് ബി എന്തായിരിക്കും, അല്ലെങ്കിൽ കോസ് എ പ്ലസ് ബി, അല്ലെങ്കിൽ കോസ് എ മൈനസ് ബി, ഇതെല്ലാം എന്തായിരിക്കും, ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സിലബസിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എങ്ങനെ വന്നു എന്ന് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫോർമുല നിങ്ങൾ അറിയാം, അത്രയേ ഉള്ളൂ. സോ ഞാനിവിടെ ജസ്റ്റ് ഫോർമുലാസ് പറഞ്ഞു പോവുകയാണ്. സോ ഫസ്റ്റ് ഫോർമുല സൈൻ എ പ്ലസ് ബി ആണ്. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഈ ഫോർമുലാസ് ഒക്കെ എപ്പം ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസും എഴുതാം, സൈൻ എ മൈനസ് ബി. ഇതിന്റെ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് ഈ ഫോർമുലയിൽ ഇവിടെ സെന്ററിൽ കാണുന്ന പ്ലസ് സൈൻ മാറിയിട്ട് മൈനസ് ആയി മാറും, അത്രയേ ഉള്ളൂ, ഡിഫറൻസ് ഉള്ളൂ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇതുപോലെ നിങ്ങൾക്ക് കോസ് എ പ്ലസ് ബി എഴുതാം. സോ ഇതെല്ലാം റികളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈസി ടെക്നിക്ക് പറയാം. ഇപ്പം സൈനിന്റെ ഈ പ്ലസ് ആയാലും ഡിഫറൻസ് ആയാലും എഴുതുന്ന സമയത്ത് ഈ പ്ലസ് സൈനിന്റെ രണ്ട് സൈഡിലും രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണെന്ന് ആലോചിക്കുക. ഒന്ന് എയിലുള്ളതായിരിക്കണം, ഒന്ന് ബിയിലുള്ളതായിരിക്കണം. ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് മിക്സ് ചെയ്തിട്ടാണെന്ന് ആലോചിക്കുക. അതായത് സൈനും കോസും കൂടി വരും. ഇവിടെയാണെങ്കിലും കോസും സൈനും തിരിച്ചിട്ട് വരും. കോസിൻ്റെത് എടുക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ സെൻട്രലിൽ ഒരു പ്ലസോ മൈനസോ ഉണ്ടാവും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെ രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ, അതായത് എ എന്ന ആംഗിളിന്റെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ബി എന്ന ആംഗിളിന്റെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഉണ്ടാവും. അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ എടുക്കുന്ന പ്രോഡക്റ്റ് ഇവിടെ സൈനും കോസും മിക്സ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ കോസിന്റെ കോമ്പൗണ്ട് ആംഗിളിന്റെ ഫോർമുല എഴുതുന്ന സമയത്ത് ഇവിടെ വരുന്ന ഈ പ്രോഡക്റ്റിൽ വരുന്ന രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും സെയിം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോസ് ആവുന്ന സമയത്ത് ഫസ്റ്റിൽ കോസിലാണ് വരിക. അതായത് കോസ് എ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോയും വരും, കോസ് ബി എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോയും വരും. അതുപോലെ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഏതെങ്കിലും ഒരു സൈൻ ആണ് വരിക. അപ്പൊ കോസ് വരുന്ന സമയത്ത് ഇവിടെ പ്ലസ് ആവുന്ന സമയത്ത് ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്ന ആലോചിക്കുക. സൈൻ ഫംഗ്ഷൻ്റെ എഴുതുന്ന സമയത്ത് ഇവിടെ പ്ലസ് ആവുമ്പം ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആവുമ്പം ഇവിടെ മൈനസ് ആയിരിക്കും. കോസിന്റെ കേസിലാവുമ്പം ഇവിടെ പ്ലസ് ആവുമ്പം സൈൻ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ മൈനസ് വരുന്ന മനസ്സിലിടുക. അതുപോലെ ഇവിടെ രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും കോസ് ആണ്. അപ്പൊ ഇവിടെ വരുന്ന രണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ആ സെയിം ആയിട്ടുള്ള ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സൈൻ ആയിരിക്കും. സോ സൈൻ എ സൈൻ ബി. പിന്നെ ആലോചിക്കേണ്ടത് ഈ ആംഗിൾ രണ്ടും ഇങ്ങനെയുള്ള പ്രോഡക്റ്റിൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരിക. അല്ലാതെ രണ്ടും എ ആയിട്ട് വരില്ല, അല്ലെങ്കിൽ രണ്ടും ബി ആയിട്ട് വരില്ല എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. ഒന്ന് എ ആണെങ്കിൽ മറ്റേത് ബി ആയിരിക്കും.
ഇതുപോലെ നിങ്ങൾക്ക് കോസ് എ മൈനസ് ബിയും എഴുതാം. കോസ് എ മൈനസ് ബി എഴുതുന്ന സമയത്ത് ഇതേ എക്സ്പ്രഷൻ അതിൽ ഈ സൈൻ മൈനസ് സൈനിന് മാത്രം ഒരു ചേഞ്ച് വരും, അത് പ്ലസ് ആയി മാറും. അതായത് ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആയിരിക്കും എന്ന് ആലോചിക്കുക. ദാറ്റ് മീൻസ് ദിസ് ഇസ് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് കിട്ടും. In the same way, you can write the formulas for tan A plus B and tan A minus B. That is, tan A minus B is equal to tan A minus B യുടെ ഫോർമുല പക്ഷേ ഈ ഇതുപോലെയല്ല സ്ട്രക്ചർ. അതൊരു റാഷണൽ ഫോർമുല ആണ്. മീൻസ് ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. ന്യൂമറേറ്ററിൽ വരുന്നത് ടാൻ്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ടാൻ ഐ അറിയാം, ടാൻ ബി അറിയാം. ആ കേസിൽ എങ്ങനെ എ മൈനസ് ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് ആംഗിളിന്റെ ടാൻജന്റ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ടാൻ ഐയും ടാൻ ബിയും യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ടാൻ എന്ന് ടാൻ ബി മൈനസ് ചെയ്യും. അതായത് ഇവിടെ എന്താണോ സൈൻ ആ സൈനാണ് ഇവിടെ വരേണ്ടത്. ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ 1 പ്ലസ് ടാൻ എനെയും ടാൻ ബിനെയും മൾട്ടിപ്ലൈ ചെയ്ത് 1 കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിൽ മൈനസ് ആണെങ്കിൽ താഴെ പ്ലസ് ആണെന്ന് ആലോചിക്കുക. മുകളിൽ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നു, താഴെ നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് 1 പ്ലസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഫോർമുല എഴുതുന്ന സമയത്ത് ഓർമ്മിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് എ പ്ലസ് ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് ആംഗിളിന്റെ ടാൻജന്റും കാണാം. അത് ഇതിന്റെ സെയിം സ്ട്രക്ചർ ആണ്, പക്ഷേ ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ പ്ലസ് ആവുമ്പം ഇവിടെ പ്ലസ് ആവണം. ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിൽ ടാൻ എ പ്ലസ് ടാൻ ബി എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ ഇവിടെ പ്ലസ് വരുമ്പം ഇവിടെ മൈനസ് ആയിരിക്കും. അതായത് മുകളിൽ പ്ലസ് ആണെങ്കിൽ താഴെ മൈനസ്. സോ 1 മൈനസ് പ്രോഡക്റ്റ് ഓഫ് ടാൻ എ ആൻഡ് ടാൻ ബി. സോ ഇത്രയും ഫോർമുലയാണ് കോമ്പൗണ്ട് ആംഗിൾസിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാകും. അപ്പം ഇതിലത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എയിലും ബിയിലും ഉള്ള ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് റേഷ്യോ ദാറ്റ് മീൻസ് ടി ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും. അതായത് സേ കോസ് എ തരിക, ടാൻ ബി തരിക, എന്നിട്ട് നിങ്ങളോട് മറ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ല ഇതിന്റെ കോമ്പൗണ്ട് ആംഗിളായ എ പ്ലസ് ബിയുടെയോ അല്ലെങ്കിൽ എ മൈനസ് ബിയുടെയോ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം കോസ് എ തന്നു, ടാൻ ബി തന്നു, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും സൈൻ എ പ്ലസ് ബി അല്ലെങ്കിൽ കോസ് എ പ്ലസ് ബി അല്ലെങ്കിൽ കോസ് എ മൈനസ് ബി അല്ലെങ്കിൽ ടാൻ എ പ്ലസ് ബി ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. ചില പ്രോബ്ലങ്ങളിൽ ഏത് ക്വാഡ്രന്റിലാണ് ഈ ആംഗിൾ കിടക്കുന്നതെന്നും കൂടി പറയും. അപ്പൊ അങ്ങനെയാവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ച ഫോർമുലാസും കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഇപ്പം ഒരു സൈനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കോസ് മറ്റ് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ആ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് മറ്റ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുക. അതുപോലെ അതിന്റെ കൂടെ ബിയിലുള്ള ഏതെങ്കിലും ഒരു ടി ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, സേ ടാൻ ബി ആയിട്ടും തന്നിട്ടുണ്ടാവും. അപ്പൊ അത് തന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ഫോർമുലാസ് യൂസ് ചെയ്തിട്ട്, ഫോർമുലാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1, sec square a minus tan square a equal to 1, cosec square a minus cot square a equal to 1. ഈ 3 ഫോർമുലാസും അതുപോലെ തന്നെ tan a is equal to sin a by cos a, അതുപോലെ തന്നെ cot a is equal to cos a by sin a. ഇങ്ങനെയുള്ള ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മറ്റ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആംഗിൾസിന്റെ ടി ഫംഗ്ഷൻസിന്റെ ഈ ഫോർമുലാസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. സോ അത്രയുമാണ് ഇതിലത്തെ തിയറി പാർട്ട് വരുന്നത്. ഇനി ഇതിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.
എക്സസൈസിലെ ഒരു പ്രോബ്ലം ആണ്. കോസ് എയും തന്നിട്ടുണ്ട്, കോട്ട് ബിയും തന്നിട്ടുണ്ട്. എ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് തന്നിട്ടുണ്ട്, ബി ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് തന്നിട്ടുണ്ട്. Then we have to find sin a plus b and cos a plus b. So നമുക്ക് sin a plus b യും cos a plus b യും ഫോർമുല നോക്കിയാൽ നമുക്കറിയാം നമ്മൾ sin a യും cos a യും cos b യും sin b യും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അപ്പം ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്റെ ആംഗിളിന്റെ കോസ് അറിയാം, കൊസൈൻ അറിയാം. അപ്പം നിങ്ങൾ സൈൻ കണ്ടുപിടിക്കണം, സൈൻ എ കണ്ടുപിടിക്കണം. കോസ് അറിയാമെങ്കിൽ സൈൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അതിന്റെ ഫോർമുല സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ എന്നാണ്. സോ ഇത് ഡയറക്റ്റ് ആണ്. നമുക്കതിൽ കോസിന്റെ വാല്യൂ -12/13 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഹോൾ സ്ക്വയർ ചെയ്യാം. ഇവിടെ 1 ഇട്ടു, മൈനസ് ഇട്ടു. ഈ മൈനസ് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് മൈനസും മൈനസും പ്ലസ് ആയി. 12 സ്ക്വയർ ചെയ്താൽ 144 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ 13 സ്ക്വയർ ചെയ്താൽ 169 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 169 minus 144 by 169 which is 25 divided by 169 എന്ന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സൈൻ സ്ക്വയർ എ ആണ്. സോ നമുക്ക് സൈൻ എ കാൽക്കുലേറ്റ് ചെയ്യാം. സൈൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടായിരിക്കും. സോ 25ന്റെ റൂട്ടും വേണം, 169ന്റെ റൂട്ടും വേണം. അതിൻ്റെ കൂടെ സൈൻ സ്ക്വയർ എ ഇതാണെങ്കിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ എ ഏത് ക്വാഡ്രന്റിലാണ് നോക്കേണ്ടത്. അപ്പം നമുക്കറിയാം സെക്കൻഡ് ക്വാഡ്രന്റിൽ, സെക്കൻഡിൽ ഓൾ സിൽവർ ആണ്. സോ എസ് സൈന് പോസിറ്റീവ് ആണ്. ഇവിടെ സൈന് പോസിറ്റീവും കോസ് നെഗറ്റീവും. സോ നമുക്കിവിടെ പ്ലസ് ഓർ മൈനസിൽ പ്ലസ് ഇട്ടാൽ മതി. സോ നമ്മളവിടെ സൈൻ ഇടുന്നില്ല. 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 169ന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 30. സോ സൈനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് കോട്ട് ബി ആണ് തന്നിരിക്കുന്നത്. ബി എന്ന ആംഗിളിന്റെ കൊസൈനും സൈനും നിങ്ങൾക്ക് വേണം. കാരണം നമ്മൾ ഈ രണ്ട് ഫോർമുലയിൽ, ഇതിന്റെ രണ്ടിന്റെ ഫോർമുലയിലും സൈൻ ബിയും യൂസ് ചെയ്യുന്നുണ്ട്, കോസ് ബിയും യൂസ് ചെയ്യുന്നുണ്ട്. സോ കോട്ട് ബി ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കോട്ട് ബി യൂസ് ചെയ്തിട്ട് നിങ്ങൾ സൈനിലേക്കും കോസിലേക്കും എത്തണം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ആദ്യത്തെ 3 ഫോർമുലാസ് ഉണ്ടായിരുന്നു. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1, സീക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഈക്വൽ ടു 1, കോസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു 1. സോ ആദ്യം നിങ്ങൾ ആ 3 ഫോർമുലയിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് വെച്ച് പുതിയ ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സൈനിലേക്കും കോസിലേക്കും പോകാൻ വേണ്ടിയിട്ട്. സോ കോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ കോട്ട് വെച്ചിട്ടുള്ള ഫോർമുല, ആ 3 ഫോർമുലയിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏതാണ് കോട്ട് വെച്ചിട്ടുള്ള ഫോർമുല? കോട്ട് വെച്ചിട്ട് കോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന ഫോർമുല ലാസ്റ്റ് ഫോർമുലയാണ്. ദാറ്റ് മീൻസ് കൊസീക് സ്ക്വയർ, ഇവിടെ ആംഗിൾ ബി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ബി എന്നിട്ടു. കൊസീക് സ്ക്വയർ ബി മൈനസ് കോട്ട് സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു 1. ഇതായിരുന്നു നിങ്ങളുടെ ഫോർമുല. അവിടെ നിന്ന് കോട്ടാണ് തന്നത്, അപ്പൊ നിങ്ങൾക്ക് കൊസീക് കണ്ടുപിടിക്കാം. സോ കൊസീക് സ്ക്വയർ ബി എഴുതാം. അതിന് ഈ മൈനസ് കോട്ട് സ്ക്വയർ ബിനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ മതി. ദാറ്റ് മീൻസ് 1 പ്ലസ് കോട്ട് സ്ക്വയർ ബി എന്ന് കിട്ടും. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് ബി 24/7 ദാറ്റ് ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 24ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 ബൈ 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 49 plus 576 by 49 that is 625 divided by 49. So ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കൊസീക് സ്ക്വയർ ബി ആണ്. സോ അതിന്റെ റൂട്ട് എടുത്താൽ കൊസീക് ബി കിട്ടും. ഇവിടെ നിങ്ങൾ എഴുതണേ, സിൻസ്
A lies in second quadrant. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ആയത്. ഇവിടെ കൊസീക് ബി എഴുതുന്ന സമയത്ത് കൊസീക് സ്ക്വയർ ബി ഇതാണെങ്കിൽ ഇതിന്റെ റൂട്ട് എടുത്തിട്ട് ഏത് ക്വാഡ്രന്റിലാണെന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ റൂട്ട് എടുത്താൽ കിട്ടുന്നത് 625ന്റെ റൂട്ട് 25, 49ന്റെ റൂട്ട് 7. ഈ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. അപ്പൊ ബി എവിടെയാണ് കിടക്കുന്നത് നോക്കാം. ബി ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്കറിയാം എല്ലാ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കൊസീക്ക് ബി കിട്ടി. ഇനി കൊസീക്ക് ബി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സൈൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ sin b is equal to 1 by cosec b. So which is equal to 1 by 25 by 7. താഴത്തെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 7 by 25 കിട്ടി. സോ ഇപ്പൊ നിങ്ങൾക്ക് സൈൻ ബിയും കിട്ടി. ഇനി കോസ് ബി കിട്ടണം. കോസ് ബി കിട്ടാൻ കോഡ് ബി അറിയാം. കോഡ് ബി അറിയാമെങ്കിൽ നിങ്ങൾക്ക് കോസ് ബിയിലേക്ക് പോകാൻ ഒരു ഫോർമുല ഉണ്ട്. അതായത് നിങ്ങൾക്ക് കോഡ് ബിന്റെ ഐഡന്റിറ്റി അറിയാം. ഫസ്റ്റ് പഠിച്ച ഐഡന്റിറ്റി, സിമ്പിൾ ആയിട്ടുള്ള ഐഡന്റിറ്റി, ദാറ്റ് ഈസ് കോസ് ബി ബൈ സൈൻ ബി. സോ ഇവിടെ കോസ് ബിയെ ഞാൻ ഇവിടെ നിർത്തി, സൈൻ ബിയെ ഞാൻ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. സോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ കോസ് ബി മാത്രം ഉണ്ടാകും. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ അത് കോട്ട് ബി ഇൻറ്റു സൈൻ ബി എന്നാകും. ദാറ്റ് മീൻസ് കോട്ട് ബിന്റെ വാല്യൂ കൊടുക്കുക 24/7 ഇൻറ്റു സൈൻ ബിന്റെ വാല്യൂ കൊടുക്കുക 7/25. ഈ 7ഉം ഈ 7ഉം ക്യാൻസൽ ചെയ്തു. സോ ബാക്കി 24/25 എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് കിട്ടിയത് കോസ് ബി 24/25 എന്നാണ്. സോ ഇപ്പം നിങ്ങൾ സൈൻ എ കണ്ടുപിടിച്ചു, കോസ് എ കണ്ടുപിടിച്ചു, സൈൻ ബി കണ്ടുപിടിച്ചു, കോസ് ബി കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നിങ്ങൾക്ക് സൈൻ എ പ്ലസ് ബിയും കോസ് എ പ്ലസ് ബിയും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല എഴുതുകയാണ്. That is sin A cos B plus cos A sin B. ഇവിടെ sin A വാല്യൂ നമ്മളത് ഡിലീറ്റ് ചെയ്തു അല്ലേ? ഒരു മിനിറ്റ്. സോ ഇതൊക്കെയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. സോ സൈൻ എക്ക് 5/13 കൊടുക്കുന്നു, കോസ് ബിക്ക് 24/25 കൊടുക്കുന്നു, കോസ് എ കൊടുക്കുന്നു, സൈൻ ബി 7/25 കൊടുക്കുന്നു. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്യുക. 5 24/65. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ പ്ലസും മൈനസും മൈനസ് ആകും. ഇവിടെ കട്ട് ചെയ്യാൻ ഒന്നുമില്ല. 12 into 7 84 divided by 25 into 30. 325 വരും. So that is equal to LCM എടുത്താൽ 325 കിട്ടും. അല്ലെങ്കിലുള്ള ഒരു ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഡിനോമിനേറ്റർ ആണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ടാവും. സോ ഞാൻ ആ രീതിയിൽ പറയാം. ഇവിടെ സൈൻ എ 5/13, കോസ് ബി 24/25. ഇവിടെ 13 into 25 എന്ന് പറഞ്ഞാൽ 325 ആണ്. സോ 325, 24 into 5 120, മൈനസ് പ്ലസും മൈനസും മൈനസ് ആവും. 12 into 7 84, 325. സോ 325 കോമൺ ആണ്, അത് താഴെ ഇട്ടു. മുകളിൽ
ഉള്ളത് മൈനസ് ആണ്. സോ 120 മൈനസ് 84 ചെയ്തു. ദാറ്റ് ഈസ് 36/325 കിട്ടും. സോ നിങ്ങൾ സൈൻ എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് കോസ് എ പ്ലസ് ബിയും കാൽക്കുലേറ്റ് ചെയ്യാം. സോ cos a plus b യുടെ ഫോർമുല cos a cos b മൈനസ് വരും, മൈനസ് സൈൻ എ സൈൻ ബി. cos എക്ക് വാല്യൂ കൊടുക്കുക, cos ബിക്ക് 24/25 മൈനസ് സൈൻ എ സൈൻ ബി. സോ ഇവിടെയും കട്ട് ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇവിടെയും സെയിം ഡിനോമിനേറ്റർ ആക്കുന്നതാണ് നല്ലത്. സോ 13 × 25 നേരത്തെ ചെയ്ത പോലെ തന്നെ 325 വരും, മൈനസ് 12 × 24. സോ 24 × 288 വരും, മൈനസ് 7 × 5 35 ഡിവൈഡഡ് ബൈ 325. ഇപ്പം താഴെ സെയിം ഡിനോമിനേറ്റർ ആണ്. സോ കോമൺ ഡിനോമിനേറ്റർ നമ്മൾ എഴുതുന്നു. ഇവിടെ മൈനസ് 288 ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ 35 ആണ്. സോ രണ്ടും മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. സോ മൈനസ് 323 കിട്ടും, ഡിവൈഡഡ് ബൈ 325. സോ കോസ് എ പ്ലസ് ബിയും കാൽക്കുലേറ്റ് ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. സോ ഇനിയുള്ളത് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് tan 15 plus cot 15 is equal to 4 എന്നാണ്. സോ നമ്മൾ ഇതിന്റെ tan 75 plus cot 75 equal to 4 എന്ന ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരുന്നു. സോ അതുപോലെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ tan 15 കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം അത് യൂസ് ചെയ്തിട്ട് cot 15 കാണും. അതിനുശേഷം നമ്മൾ LHS എടുത്തിട്ട് tan 15ഉം cot 15ഉം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് RSSലേക്ക് എത്തിക്കും. സോ ഫസ്റ്റ് നമ്മൾ tan 15 കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ 15 എന്ന് പറയുന്ന ആംഗിൾ സ്റ്റാൻഡേർഡ് ആംഗിൾ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് ഈ 15 സ്റ്റാൻഡേർഡ് ആംഗിൾസ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ, അതായത് കോമ്പൗണ്ട് ആംഗിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ്. അതായത് നമുക്ക് അറിയാവുന്ന നോൺ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ കോമ്പൗണ്ട് ആംഗിൾസ് ആയിട്ട് എഴുതാൻ പറ്റുമോ. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ ടി ഫംഗ്ഷൻസ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, ടി ഫംഗ്ഷൻസിന്റെ വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആംഗിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 15നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്ന് വെച്ചാൽ 30 അറിയാം, 45ൻ്റെ അറിയാം, 60ൻ്റെ അറിയാം, പിന്നെ 90, 0, 180 ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ 2 or more സ്റ്റാൻഡേർഡ് ആംഗിൾസ് യൂസ് ചെയ്തിട്ട് 15നെ ഒരു കോമ്പൗണ്ട് ആംഗിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം, അതായത് 45 - 30 എടുത്താലും 15 ആണ്, ഓർ 60 - 45 എടുത്താലും 15 ആണ്. സോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആംഗിളിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് 15ന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരേ കാര്യം തന്നെ കിട്ടും, അതുകൊണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ 45 - 30 എടുക്കുന്നു. 60 - 45 എടുത്താലും നോ പ്രോബ്ലം. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾക്ക് tan A - B എന്നുള്ള കോമ്പൗണ്ട് ആംഗിളിന്റെ ടി ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. ഇതിന് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, which is tan A - tan B by 1 plus tan A tan B. സോ ഇവിടെ എയ്ക്കും ബിക്കും 45ഉം 30ഉം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുക tan 45 - tan 30 divided by 1 plus tan 45 into tan 30 ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഇതിന്റെ വാല്യൂസ് ഒക്കെ കൊടുക്കുന്നു. tan 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is 1 മൈനസ് tan 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1/√3 ആണ്. ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്.
1 plus tan 45 1 ആണ് അതിന്റെ വാല്യൂ ഇൻറ്റു tan 30 1 by root 3. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം 1നോട് ആഡ് ചെയ്യാൻ, അതുകൊണ്ട് ഇത് ബ്രാക്കറ്റിൽ തന്നെ ഇടണം. ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് √3 minus 1 by √3 divided by 1 plus ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1 by √3 ചെയ്താൽ 1 by √3 which is equal to, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, ഇത് കോമൺ ആണെങ്കിൽ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ സ്റ്റെപ്പിൽ നമുക്ക് കട്ടിങ് പോസിബിൾ അല്ല. നമ്മൾ വീണ്ടും ഇതിങ്ങനെ എടുത്തെഴുതുന്നു. ഇവിടെ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ദാറ്റ് മീൻസ് 1 into √3 plus 1 divided by √3. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ √3യും ഈ √3യും ഇപ്പം കട്ട് ചെയ്യാം, അല്ലാതെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് തെറ്റാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം √3. സോ ഇപ്പം നിങ്ങൾക്ക് കിട്ടി √3 minus 1 by √3 plus 1. അപ്പം ഇപ്പം നിങ്ങൾക്കൊരു സിംപ്ലിഫൈഡ് ഫോം കിട്ടി. സാധാരണഗതിയിൽ എല്ലാവരും ഇത് ഇങ്ങനെ തന്നെ വെക്കും, എന്നിട്ട് നിങ്ങൾ cot 15 കാണും. പക്ഷേ അവിടെ കാൽക്കുലേഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതായത് കാൽക്കുലേഷൻ കൂടുന്നല്ല, ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. അതായത് താഴെ ഇവിടെ ഒരു √3 plus 1 എന്നുള്ള ഫോമിൽ ഒരു കാര്യം കിടക്കുന്നുണ്ട്. അതൊന്ന് മാറിയിട്ട് ഇതിനെ ഒരു ലീനിയർ ഫോമിലേക്ക് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ എന്താ വെച്ചാൽ cot 15 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റെസിപ്രോക്കൽ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അതുമല്ല ലാസ്റ്റ് LHS എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നതും ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യാണ്. ഇവിടെ താഴെ വരുന്ന ഈ ഡിനോമിനേറ്റർ, ഇപ്പം ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് താഴെ √a plus √b ഓർ √a plus or minus ഏതെങ്കിലും ഈ ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ആ പാർട്ട് അങ്ങ് ക്യാൻസൽ ആവും. അത് ക്യാൻസൽ ആവുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഫോർ എക്സാമ്പിൾ 1 by √a plus √b ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെയുള്ളതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നു. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണോ, അതായത് ഈ പ്ലസിൻ്റെ രണ്ട് സൈഡിലും ഉള്ളതിൽ ഏതിലെങ്കിലും ഒന്നിലെങ്കിലും ഒരു റൂട്ട് വരിക, എന്നിട്ട് ഇപ്പം √3 plus 1 അല്ലെങ്കിൽ √3 plus √2 അല്ലെങ്കിൽ 1 minus √3 ഇങ്ങനെയൊക്കെ വരുന്ന എക്സ്പ്രഷനിൽ സെൻറ്ററിലുള്ള സൈൻ അങ്ങ് ചേഞ്ച് ചെയ്യുക. അതാണ് ഈ എക്സ്പ്രഷൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് √a plus √b എന്ന് പറയുന്നതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈൻ മാറ്റിയാൽ √a minus √b എന്ന് കിട്ടും. സോ അത് വെച്ചിട്ട് നിങ്ങൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഒരു എക്സ്പ്രഷനെ ഒരേ കാര്യം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ ഇതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. കാരണം ഇതിങ്ങോട്ട് കട്ട് ചെയ്തത് 1 ആണ് വരുന്നത്. സോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്നുള്ള ഇഫക്റ്റ് തന്നെയാണ് ഈ ചെയ്തത് കൊണ്ടും വരുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനെ മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ മുകളിൽ 1 ഉണ്ട്, ഇവിടെ മുകളിൽ √a minus √b ഉണ്ട്. സോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into √a minus √b എന്ന് പറഞ്ഞാൽ √a minus √b എന്ന് കിട്ടും. താഴെയാണ് നമുക്ക് വേണ്ട കാര്യം നടക്കുന്നത്. താഴെ വരുന്നത് ഈ ഒരു എക്സ്പ്രഷൻ, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ x plus y into x minus y ആ ഫോമിലാണ്. അതായത് x plus y into x minus y എന്ന് പറയുന്ന സമയത്ത് അത് x² minus y² എന്നാകും. അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പം √a സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് a ആകും, √b സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് b ആവും. സോ a minus b എന്നാകും. ഇപ്പൊ ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ താഴത്തെ ഡിനോമിനേറ്ററിൽ വരുന്ന റൂട്ട് അങ്ങ് മാറിക്കിട്ടും. അപ്പം മുകളിൽ റൂട്ട് വന്നു, ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള മാത്സ് പ്രോബ്ലത്തിൽ പലപ്പോഴും താഴെയുള്ള റൂട്ട് പോക്കാനാണ് പലപ്പോഴും നോക്കുക. അതായത് താഴെയുള്ള റൂട്ട് പോകുന്ന സമയത്ത് മിക്കവാറും അതൊരു നമ്പറായി മാറും, അങ്ങനെ ഇതൊരു ലീനിയർ ഫോമായി മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. സോ ഇവിടെ താഴെ വരുന്ന ഈ √3 plus 1ന്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ കോഞ്ചുഗേറ്റ് കിട്ടാൻ വേണ്ടി ഇതിന്റെ സെൻറ്ററിലുള്ള ഈ പ്ലസ് എന്ന് പറയുന്ന സൈന് ചേഞ്ച് ചെയ്യുന്നു. അതിനെ ഞാൻ മൈനസ് ആക്കുന്നു. സോ √3 minus 1 ആണ് √3 plus 1ന്റെ കോഞ്ചുഗേറ്റ്. സോ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു
ഇവിടെ മുകളിൽ √3 - 1 × √3 - 1 ആണ്. സോ രണ്ടെണ്ണം വരുമ്പം അത് ഹോൾ സ്ക്വയർ ആവും. താഴെ a + b × a - b ഫോം ആണ്, വിച്ച് ഇസ് a² - b². ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3ന്റെ സ്ക്വയർ 3 മൈനസ് 1ന്റെ സ്ക്വയർ 1. മുകളിൽ ഇപ്പം വരുന്നത് a - b ഹോൾ സ്ക്വയർ ആണ്. അതിന് നിങ്ങൾക്ക് a² - 2ab + b² എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അത് എക്സ്പാൻഡ് ചെയ്താൽ a², √3ന്റെ സ്ക്വയർ 3 മൈനസ് 2 × √3ab, √3 × 1 പ്ലസ് 1ന്റെ സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ താഴെ 3 - 1 എന്ന് പറഞ്ഞാൽ 2, വിച്ച് ഈസ് ഈക്വൽ ടു ഈ 3യും ഈ +1ഉം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 4 കിട്ടും. ഇത് -2 × √3 × 1 എന്ന് പറഞ്ഞാൽ -2√3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. മുകളിൽ ഇപ്പം ഈ 4ലും 2 ഉണ്ട്, 2√3ലും 2 ഉണ്ട്. സോ 2 ഔട്ട് സൈഡിലേക്ക് എടുക്കുക. ബാക്കി ഇവിടെ 4ൽ ബാക്കി 2 ഉണ്ടാവും. -2√3ൽ ഇവിടെ √3 ഉണ്ടാകും. ഡിവൈഡഡ് ബൈ താഴെ 2 ഉണ്ടാവും. സോ 2ഉം 2ഉം കട്ട് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 2 - √3 എന്ന് വരും. ഇപ്പം നിങ്ങൾക്ക് tan 15 കിട്ടി. ഇനി cot 15ഉം ഇതുപോലെ കണ്ടുപിടിക്കണം. സോ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയത് tan 15 = 2 - √3 എന്നാണ്. ഇനി ഇതുപോലെ നിങ്ങൾ cot 15 ഇപ്പം കണ്ടില്ലേ, നേരത്തെ ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം ആയിരുന്നു, ഇപ്പം അത് മാറി ഒരു ലീനിയർ ഫോമായി, കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമായി. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഇനി നമ്മൾ cot 15 കണ്ടുപിടിക്കുന്നു. cot 15 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. സോ tan 15ന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. ഇപ്പം എഗെയിൻ ഇതൊരു റാഷണൽ ഫോമായി, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, താഴെയാണെങ്കിൽ ഒരു റൂട്ട് ഉണ്ട്. സോ അത് പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 - √3ന്റെ കോൺജുഗേറ്റ് കിട്ടാൻ ഈ നടുക്കുള്ള മൈനസ് സൈന് പ്ലസ് ആക്കുക. സോ 2 + √3 എന്ന് കിട്ടും. ഇത് മുകളിൽ 1 × 2 + √3 ചെയ്താൽ 2 + √3 എന്ന് കിട്ടും. താഴെ 2 - √3 × 2 + √3, a - b × a + b, that is a² - b², that is 2² - √3² എന്ന് കിട്ടും, which is equal to 2 + √3 by 4 - 3 എന്ന് കിട്ടും. That is 4 - 3 1 is 2 + √3. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട LHS എടുക്കുന്നു. LHS എന്ന് പറയുന്നത് tan 15 + cot 15 എന്നായിരുന്നു. tan 15 2 - √3, cot 15 2 + √3. ഇതും കട്ട് ചെയ്തു, ആഡ് ചെയ്താൽ 4 കിട്ടുന്നു, which is our RHS. It's proved. Okay.